ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതാ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് വാങ്ങിയിട്ടുള്ളത് ആസ് യൂഷ്വൽ മീഷോന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ എന്തിനി വാങ്ങിക്കാൻ അടുത്തത് എന്നിങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് എനിക്ക് ഈ ഒരു സംഭവം കണ്ണിൽ ഉടക്കിയത് കഴിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് തന്നെ ആയിക്കോട്ടെ നമ്മളിന്ന് വാങ്ങുന്നത്. അങ്ങനെ വാങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. കണ്ടു, ഞാൻ എൻ്റെ മുടി അന്ന് വെട്ടിയിട്ടില്ലായിരുന്നു, അതൊക്കെ നീണ്ട് ഇങ്ങനെ. ഇതിപ്പോൾ എന്ത് സ്റ്റൈലാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബാക്കിലേക്ക് ഉണ്ട് കേട്ടോ, ഉണ്ടോ? ബാക്കിലുള്ളതൊക്കെ ഉണ്ട്, ഫ്രണ്ടിൽ വെട്ടിയിട്ടൊക്കെ ഇത്രയും നീണ്ടു ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്ന പ്രൊഡക്റ്റ്, എനിക്കിതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുള്ളതിനോണ്ട് വാങ്ങിയതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അത്രയും പറയുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. 6 പീസ് വരുന്ന ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ സെറ്റാണ് കേട്ടോ. മീഷോന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൽ ഓരോ ലിപ്സ്റ്റിക്കും നമുക്ക് എടുത്ത് ട്രൈ ചെയ്തിട്ട് നോക്കാം. ഓക്കെ, 6 പീസസ് വരുന്നുണ്ട്. എല്ലാം ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന തന്നെയാണ് കേട്ടോ. കണ്ടോ? അപ്പോൾ ഈ പാക്കിൽ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ടുള്ളത്. പക്ഷേ ഇതൊരു ഡാർക്കായിട്ട് വരുന്നൊരു ഷെയ്ഡാണ്. ഞാൻ ഇവിടെയും മാത്രം ആക്കിയിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റേത് കേട്ടോ. ഇത് നോർമലായിട്ടുള്ള നമ്മുടെ പാക്കേജിങ്ങിൽ തന്നെയാണ്. പക്ഷേ എനിക്കിത് കിട്ടുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ മേലെ കുറേ ചെറിയ വരകളും കുറികളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ മേലെ. പിന്നെ ഈ ഒരു ബ്രഷില്ലേ, നമ്മൾ ലിപ്പിൽ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു ഭാഗം, ഇത് ഭയങ്കര ഹാർഡാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ഫ്ലെക്സിബിളായിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. പിന്നെ ഇതിൻ്റെ സ്മെല്ല് നോർമൽ നമ്മൾ ബ്രാൻഡഡ് അല്ലാത്ത ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിക്കുമല്ലോ ചെറിയ കടകളിൽ നിന്നൊക്കെ, ഫാൻസിയിൽ നിന്നൊക്കെ, അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ സ്മെല്ലാണ് കേട്ടോ ഇത് വരുന്നത്. ഇത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള റെഡാണ്. എന്താ പറയുക, ഇങ്ങനത്തെ കളറൊക്കെ ഇടാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ആക്ച്വലി ഇന്നാളെ എന്തോ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഇത് വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു പൊട്ടൊക്കെ കുത്തി ഇതേപോലെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു കളറാണ് കേട്ടോ. ആക്ച്വലി ഇത് എല്ലാ സ്കിൻ ടൈപ്പിന് ചേരുന്ന മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ചില കളേഴ്സൊന്നും എനിക്ക് സ്യൂട്ടാകുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കളറ് ലിപ്പിലിട്ട സമയത്ത് എനിക്ക് എന്തോ ഫേസിൽ അത് എനിക്ക് ചേരാത്തതുപോലെ തോന്നി. ആക്ച്വലി എൻ്റെ കയ്യിൽ മുൻപ് ഒരു എൻവൈബയുടെ ഒരു ലിപ്സ്റ്റിക്, അല്ല സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു കേട്ടോ. ക്രീമി ആയിട്ട് ഒരു മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് തന്നെയാണ്. അതും ഇതും ഏകദേശം ഒരേ കളറായിരുന്നു. എനിക്ക് തീരെ ചേരാത്ത പോലെ തോന്നി. കണ്ടോ, ഈ കവറിൽ ഈ ടോപ്പിൽ വരുന്ന അതേ കളർ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏത് കളറാണ് എന്നുള്ളത്. ഇതിൻ്റെ ഈ ഒരു ബ്രഷും ഭയങ്കര ഹാർഡാണ്. സ്മെല്ല് എഗെയിൻ ആ ഒരു നോർമൽ നമ്മുടെ ബ്രാൻഡഡ് അല്ലാത്ത ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുമല്ലോ, അങ്ങനത്തെ ഒരു സ്മെല്ല് തന്നെയാണ് കേട്ടോ ഇതിന്. മാറ്റ് ലിപ്സ്റ്റിക് ഗ്ലോസ് എന്ന് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ താഴെ. കണ്ടോ, ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഇതിൻ്റെ മേലെയും ഉണ്ട്. നെക്സ്റ്റ് ഇതാണ്, ഇതിൻ്റെ മേലെയും മാറ്റ് ലിപ്സ്റ്റിക് ഗ്ലോസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ കളർ, ഒരു ഡാർക്കായിട്ടുള്ള ഒരു കളറാണ്. സ്മെല്ല് അഗെയിൻ ആ ഒരു സ്മെല്ല് തന്നെയാണ് ഗൈസ്. ഓക്കെ, അപ്പം നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഇതാണ്. കണ്ടോ, സ്മെല്ല് സെയിം സ്മെല്ല് തന്നെയാണ് കേട്ടോ. ഈ ഒരു കളറ് ഞാൻ ഇട്ടപ്പോൾ എനിക്ക് നേരത്തതിനേക്കാൾ കുറച്ചുകൂടി കുഴപ്പമില്ലെന്ന് തോന്നിയത്. പക്ഷെ ബ്ലെൻഡ് ചെയ്ത് വേറെ കളറായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി രസമുണ്ടാകും. എന്നാലും വലിയ കുഴപ്പമില്ല അല്ലേ. ഏതാ എനിക്ക് ചേരുന്നത് ഒന്ന് പറയണേ. വരുന്നത് ഈ ഒരു കളറാണ്, നമ്മളെ കുങ്കുമം ഇല്ലേ, കുങ്കുമം
ഷിങ്കാർ അതിൻ്റെ ഒരു കളറാണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ. ഇത് ഇടുമ്പോൾ തന്നെ മുഖത്ത് നല്ലോണം അങ്ങനെ എടുത്ത് നിൽക്കും. അങ്ങനത്തെ ഒരു കളറാണ്. നമുക്ക് പൊട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കളറൊക്കെ ഇടുന്ന ആളുകൾക്ക് കുറച്ചുകൂടി ഭംഗിയുണ്ടാവും എനിക്ക് തോന്നി. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് മുൻപായിട്ട് ജസ്റ്റ് ഒന്ന് ലിപ്പ് ലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ ലിപ്പ് ലൈനർ ഓൾറെഡി കഴിഞ്ഞ് കഴിച്ചു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ലിപ്പ് ലൈൻ ചെയ്യുന്നില്ല. ഇത്രയൊക്കെ തന്നെ ഇതിൽ എഴുതിയിട്ടുള്ളൂ. ഇതിൻ്റെ ആ ഒരു കമ്പനീൻ്റെ ഒരു പേരും അതേപോലെ മാറ്റ് ലിപ്പ് ഗ്ലോസ് എന്ന് എഴുതിയിട്ടുണ്ട്. അത്ര എഴുതിയിട്ടുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളറാണ്. ഈ കണ്ടോ, ഈ ഒരു കളറാണ് കേട്ടോ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ്. ഇതിടുന്ന സമയത്ത് നമ്മുടെ ചുണ്ടിൽ നല്ലൊരു കളറാണ്. ഇങ്ങനത്തെ കളറൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതിലുള്ള ഏതെങ്കിലും കളേഴ്സുമായിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തിട്ടിട്ടുണ്ട് ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് ചേരുന്ന ഒരു ഷെയ്ഡായിട്ട് വരികയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു പാക്കിൽ 6 ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്സ് കിട്ടിയിട്ടുണ്ട്. മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. പിന്നെ ലിപ് ഗ്ലോസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ചുണ്ടിൽ ഇട്ട സമയത്തുള്ള ഒരു കാര്യം കൂടി പറയാം. ഞാനിത് എല്ലാ ഷെയ്ഡ്സും ലിപ്പിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇട്ട സമയത്ത് അത് തുടച്ച് പോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എങ്ങനെ നോക്കിയിട്ടും ഇത് എനിക്ക് പോകുന്നില്ല. ജസ്റ്റ് കൈ വെച്ച് തുടച്ചിട്ടോ വെള്ളം വെച്ച് തുടച്ചിട്ടോ ഒന്നും തന്നെ ഇത് പോകുന്നില്ല കേട്ടോ. കുറച്ച് നേരം ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കണുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ചെറുതായിട്ട് ഇതിൽ ഒരു ഷെയ്ഡ് ഇതായിരുന്നു തോന്നുന്നു, ഏതോന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇതൊന്നുകൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടത്. ഞാൻ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. എന്തിനാണെന്നറിയാം, ഞാനിത് ഇട്ട സമയത്ത് ഇത് മായ്ച്ച് പോക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് വെള്ളം വെച്ചിട്ടൊന്നും അങ്ങനെ പോകണില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്തത് ഓയിലാണ് കേട്ടോ. ഓയിൽ വെച്ചിട്ട് ഞാൻ കുറേ പ്രാവശ്യം ഇത് തുടച്ച് പോക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം നേരം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഇത് കുറച്ച് നേരം ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഫുൾ ടൈം ഒന്നും ഇട്ട് നോക്കിയില്ല. ഇതിനി ട്രാൻസ്ഫർ പ്രൂഫ് ആണോ കിഡ്സ് പ്രൂഫ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് ഇട്ടുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണത്. കണ്ടോ, എടുത്ത് നിൽക്കുന്നുണ്ട്, മുഖത്ത് നല്ലൊരു തെളിച്ചം വന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഏതായാലും നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് അറിയാമല്ലോ ഇപ്പോൾ ഇട്ടിട്ടേ ഉള്ളൂ. നിങ്ങളെ മുന്നേ തന്നെയാണ് ഞാൻ അതിപ്പോൾ ഇട്ടിട്ടുള്ളത്. കണ്ടോ, ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കട്ടെ കേട്ടോ. കണ്ടോ, ഇത് പോകുന്നില്ല കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഇതിനി എത്ര നേരം ലാസ്റ്റ് ചെയ്ത് നിൽക്കും എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇത് ഇട്ടിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ നോക്കണം. പക്ഷെ ഇതെന്തായാലും പോകൂല ഗൈസ്. കണ്ടോ, മൊത്തത്തിൽ പോകാൻ കുറച്ച് പ്രയാസമാണ്. കുറച്ചൊക്കെ ഇങ്ങനെ ആവാന്നല്ലാണ്ട് ഇത് തുടച്ച് പോക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഓരോന്നും ഇങ്ങനെ മാറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ എടുത്ത് കുറച്ച് അധികം കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഇവിടെയൊക്കെ വേദനിക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും ആ വീഡിയോസിൽ ഇവിടെയൊക്കെ പിങ്ക് കളറും ചോപ്പ് കളറും ഒക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതിങ്ങനെ തുടച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് തുടച്ച് കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അത് ഓരോ ഷെയ്ഡ്സും ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കിയത് കേട്ടോ. എനിക്ക് അങ്ങനെ ആയിട്ടൊന്നുമില്ല ഇതിൻ്റെ മേലെ. പിന്നെന്താ, ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പൊട്ട് തൊട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ രാത്രിയാണ് അന്ന് ആ വീഡിയോ എടുത്തിട്ടുള്ളത്. ആ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ജസ്റ്റ് പൊട്ട് തൊട്ടിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ വരെ അത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കഴുകിയപ്പോൾ കുറച്ചൊന്ന് പരന്നു പോയി, പിന്നെ പോയിട്ടില്ല. പിന്നെ കുളിച്ചപ്പോഴാണ് അത് പോയത് കേസ്. അപ്പോൾ അത്രയും നേരം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ മീഷോയിൽ ജസ്റ്റ് ഒന്ന് ഈ പേര് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൽ
അപ്ലൈ ടു ഓൾ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പുള്ള ആളുകൾക്കും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണെന്നാണ് പറയുന്നത്. അത്രയൊക്കെ പറയുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് എന്താ, പിന്നെ ഇതിൻ്റെ ഇങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തൊക്കെയാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വ്ളോഗ് ചാനലുണ്ട്, അതിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.